بسم الله الرحمن الرحيم ما من أيام أحب إلى الله أن يتعبد فيها من هذه الأيام. ഇന്നലെ ദുൽഖഅദ മാസം 29 കേരളത്തിലെങ്ങും മാസപ്പിറവി ദൃശ്യമാകാത്ത കാരണത്താൽ ഇന്ന് മാസം പൂർത്തീകരിച്ച് ഇന്ന് അസ്തമയത്തോടുകൂടി ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. 7-ാം തീയതി ശനിയാഴ്ചയാണ് പെരുന്നാൾ. 5-ാം തീയതി വ്യാഴാഴ്ച സൗദിയിൽ അറഫ നടക്കും. 6-ാം തീയതി വെള്ളിയാഴ്ച നമുക്ക് അറഫയുടെ സുന്നത്തും നോമ്പുമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് ഇന്ന് അസ്തമയത്തോടുകൂടി നമ്മൾ കടക്കാൻ പോകുന്നത്. ദുൽഹിജ്ജിന്റെ 10 ദിവസങ്ങൾ എന്നുള്ളത് ഒരു വർഷത്തിലെ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. 3 10കൾക്കാണ് വർഷത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത്. മുഹറത്തിലെ 10 ദിവസം, റമദാനിലെ അവസാനത്തെ 10 ദിവസം, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പകലിൽ പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പകൽ ദുൽഹജ്ജിലെ 10 പകലുകളാണ്. രാത്രി പരിഗണിക്കുമ്പോഴാണ് റമദാനെ അവസാനത്തെ 10ന്റെ ശ്രേഷ്ഠത വരിക. ചുരുക്കത്തിൽ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങളിലേക്കാണ് ഇന്ന് അസ്തമയത്തോടുകൂടി നമ്മൾ കടക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അൻ യുതഅബ്ബദ ഫീഹാ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ 10 ദിവസങ്ങളാണ്. ഇതിനേക്കാൾ മഹത്തരമായ പടച്ചവനെ ഇബാദത്ത് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസവുമില്ല. അതുകൊണ്ട് ഇന്ന് അസ്തമയത്തോടുകൂടി നമുക്ക് വരാനിരിക്കുന്ന ഈ 10 ദിവസങ്ങൾ അതിപ്രധാനമായ ദിവസങ്ങളാണ്. എല്ലാ ഇബാദത്തുകൾക്കും വലിയ പുണ്യമുള്ള പടച്ചവനെ ഇഷ്ടപ്പെടുന്ന, അതോടൊപ്പം തന്നെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു ഗൗരവമായി കാണുന്ന വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ പോലും ഏത് തരത്തിലുള്ള ഇബാദത്തുകളും നമുക്ക് ചെയ്യാം, എന്തും ചെയ്യാം. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക എല്ലാത്തിനും പുണ്യമുള്ളതാണ്. 3 കാര്യങ്ങൾ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജിന്റെ ആദ്യത്തെ 9 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് കഴിയുന്നവരെ ചെയ്യുക. തിങ്കൾ വേണമെങ്കിൽ നോമ്പ് പിടിക്കുക. ഏറ്റവും ചുരുങ്ങിയത് അറഫയുടെ നോമ്പെങ്കിലും നമ്മൾ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ത്രീകളോട് പറയുക, സ്ത്രീകൾക്ക് റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ പറ്റിയൊരു അവസരമാണ്. ഇപ്പോൾ റമദാന്റെ നോമ്പ് ഖളാ വേണ്ടിയാൽ ആ നോമ്പും കിട്ടും, ഈ നോമ്പിന്റെ പ്രതിഫലം കൂടി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 2 പ്രതിഫലം ഒരുമിച്ച് ലഭിക്കുന്ന അവസരമാണ് സ്ത്രീകൾക്ക്. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന സമയമാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇനി ഒരു 10 ദിവസം വരെ നമ്മൾ ആട്, മാട്, ഒട്ടകങ്ങളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഉള്ള ആൾക്കും ഇല്ലാത്ത ആൾക്കൊക്കെ സുന്നത്താണ്. ആടിനെയും മാടിനെയും ഒട്ടകത്തെ കാണുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ തക്ബീർ ചൊല്ലുക. തക്ബീർ എന്ന് പറഞ്ഞാൽ നീട്ടി ഇങ്ങനെ ചെല്ലണമെന്നില്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും മതിയാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു സുന്നത്ത് നമുക്കതിലൂടെ ലഭിക്കുന്നതിന് കാരണമായി. 3-ാമത്തെ കാര്യമാണ് ഉളുഹിയ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ, ഉളുഹിയ അടക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ, ഷെയർ ചേരാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ഇന്ന് അസ്തമയത്തോടുകൂടി മുടി, നഖം, രക്തം എന്നിവ നീക്കുക എന്നുള്ളത് കറാഹത്തായി മാറും. അതുകൊണ്ട് ചെയ്യേണ്ട ആളുകൾ ഇന്ന് അസ്തമയത്തിന് മുമ്പായിട്ട് ചെയ്യുക. ഇനി അത് ഉളുഹിയ അറുത്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുടി നീക്കൽ, നഖം വെട്ടൽ, രക്തം എടുക്കലൊക്കെ നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ചെയ്യുക എന്നുള്ളത് കറാഹത്താണ്. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. നമ്മുടെ മുടിയിലെ നഖങ്ങൾ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉളുഹിയ തീരുമാനിച്ചിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് അസ്തമയത്തിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് അതിനുവേണ്ടി തയ്യാറാകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജിന്റെ 10 ദിനങ്ങൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പും നമസ്കാരവും ഇബാദത്തുകളെല്ലാം സജീവമായി നിലനിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക.